ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഇടയന്മാരെ നിങ്ങൾക്ക് ഞാൻ നൽകും, അവർ വിവേകത്തോടെ എൻ്റെ ജനത്തെ പരിപാലിക്കും എന്ന് ജെറമ്യ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തു. കാലാകാലങ്ങളായിട്ട് ദൈവം തൻ്റെ ജനത്തെ പരിപാലിക്കുവാൻ ഇടയന്മാരെ നൽകുന്നുണ്ട്. കേരള സഭയിൽ ക്രിസ്മസ് കഴിയുന്നതോടെ ശമാശന്മാർ തിരുപ്പട്ടം സ്വീകരിക്കുന്ന ഒരു സീസൺ ആരംഭിക്കുകയാണ്. ഈ സീസണിൽ സീറോ മലബാർ സഭയിൽ മാത്രം 250ഓളം ശമാശന്മാർ പട്ടം സ്വീകരിക്കുന്നുണ്ട്. ലത്തീൻ റീത്തിലും മലങ്കര റീത്തിലും ഒക്കെ ആയിട്ട് പിന്നെയും ധാരാളം പേര്, അങ്ങനെ നല്ലൊരു നമ്പർ ശമാശന്മാർ പട്ടം സ്വീകരിക്കുന്നതോടെ തിരുസഭയിലൊരു പുതുവസന്തം ആരംഭിക്കുകയാണെന്ന് നമുക്ക് പറയാം. പുതിയൊരു ശോഭ, പുതിയൊരു തിളക്കം, പുതിയൊരു സൗന്ദര്യം, പുതിയ ഒരു വിശുദ്ധിയുടെ ഒരു പരിവേഷം സഭയിൽ വർദ്ധിക്കുകയാണ് ഇവർ പട്ടം സ്വീകരിച്ച് രംഗത്തിറങ്ങുന്നതോടുകൂടി. കേരള സഭയിൽ ഇത്രയധികം പേര് പട്ടം സ്വീകരിക്കുന്നു. വിൻസെൻഷ്യൻ സഭയിൽ 29 ശമാശന്മാരാണ് ഈ സീസണിൽ പട്ടം സ്വീകരിക്കുന്നത്. അതിൽ ഒരാൾ ആഫ്രിക്കയിൽ നിന്നുള്ള ആളാണ്, ഒരാൾ ആന്ധ്രയിൽ നിന്നാണ്, ഒരാൾ മഹാരാഷ്ട്രയിൽ കല്യാൺ രൂപതയിൽ നിന്നാണ്, ഒരാൾ കർണാടകയിലെ ബെൽത്തങ്ങാടി രൂപതയിൽ നിന്നാണ്. ബാക്കി 25 പേര് കേരളത്തിലെ വിവിധ ഇടവകളിൽ പെടുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ 29 പേർ തിരുപ്പട്ടം സ്വീകരിക്കുന്നതോടെ വിൻസെൻഷ്യൻ സഭയിലും ഒരു പുതു വസന്തം തളിരിടുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, നമ്മൾ ദൈവത്തിന് പലതരത്തിലുള്ള നേർച്ച കാഴ്ചകൾ സമർപ്പിക്കാറുണ്ട്. ചിലർ പണം നിക്ഷേപിക്കും, ചിലർ മറ്റെന്തെങ്കിലും വസ്തുക്കൾ നിക്ഷേപിക്കും. എന്നാൽ ഏറ്റവും മനോഹരമായ, ഏറ്റവും ശ്രേഷ്ഠമായ കാഴ്ച നമ്മൾ ദൈവത്തിന് അർപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ തന്നെ സമ്പൂർണ്ണമായിട്ട് ദൈവത്തിന് അർപ്പിക്കുന്നു. സമ്പൂർണ്ണമായ സ്വയം സമർപ്പണം, ആത്മസമർപ്പണം. ഇതിനേക്കാൾ മനോഹരമായിട്ട് ശ്രേഷ്ഠമായിട്ട് മറ്റൊന്നുമില്ല. അപ്പോൾ ഒരാൾ വൈദികനാകുന്നു, സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വലിയ ആത്മസമർപ്പണത്തിൻ്റെ, സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഒരു സന്ദർഭമാണത്. അത് വളരെ ശ്രേഷ്ഠമായ ഒരു സമർപ്പണമാണ്. ഈ വർഷം വിൻസെൻഷ്യൻ സഭയിൽ പട്ടം സ്വീകരിക്കുന്ന 29 പേരിൽ 3 പേര് ഇന്ന് നമ്മോട് കൂടെയുണ്ട്. ഈ 3 പേരെ ചെറുതായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അവരുടെ ദൈവവിളിയുടെ ചരിത്രം നമുക്ക് പരിചയപ്പെടാം. ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ അതേക്കുറിച്ചുള്ള അവരുടെ സ്വപ്നങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും നമുക്ക് ശ്രവിക്കാം. അതിനായിട്ടിന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്നത് ഒന്ന് ഡീക്കൻ മെൽജോ കുറുമ്പിലായിക്കാരൻ. ഡീക്കൻ മെൽജോ ചാലക്കുടി സെൻറ്റ് മേരീസ് ഫൊറോന ഇടവക അംഗമാണ്. അടുത്തത് ഡീക്കൻ ലാസറി കവലക്കാട്ട്. ലാസറി തൃശ്ശൂർ ലൂർദ് മാതാ കത്തീഡ്രൽ ഇടവക അംഗമാണ്. അടുത്തത് പോൾസൺ ഇഞ്ചയ്ക്ക. പോൾസൺ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അങ്കമാലി അടുത്തുള്ള യോർദനാപുരം ഇടവക അംഗമാണ്. അപ്പോൾ ഇവർ 3 പേരും ഇന്ന് നമ്മോടൊത്ത് അവരുടെ സ്വപ്നങ്ങളും അവരുടെ ദൈവവിളിയുടെ ചരിത്രമെല്ലാം ചെറിയ തോതിൽ പങ്കുവയ്ക്കും. അത് നമുക്ക് ശ്രവിക്കാം. ആദ്യം നമുക്ക് മെൽജോയെ കേൾക്കാം. മെൽജോ ഇങ്ങനെ ഒരു ദൈവവിളി സ്വീകരിക്കുവാനായിട്ട് ഇടയായത് എങ്ങനെയാണെന്നും അതിൻ്റെ ചരിത്രം എങ്ങനെയാണെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ആദ്യമായിട്ട് എന്നാണ് ഇങ്ങനൊരു വൈദികനാകണം എന്ന ഉറച്ച തീരുമാനത്തിലേക്ക് വന്നത് എന്ന് ചുരുക്കി പറഞ്ഞാൽ നന്നായിരിക്കും. സ്നേഹബഹുമാനപ്പെട്ട അച്ഛ, എൻ്റെ ജീവിതത്തിലോട് ഞാൻ തിരിച്ചു നോക്കുമ്പോൾ ഒരുപക്ഷെ ദൈവം എന്നെ നയിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതലാണ് ഓൾട്ടർ ബോയ് ആയിട്ട് എൻ്റെ പള്ളിയിൽ സേവനം ചെയ്യാൻ തുടങ്ങിയത്. അന്ന് മുതൽ എനിക്ക് എന്നും വിശുദ്ധ കുർബാനയിൽ ഈശോയോടൊപ്പം ആയിരിക്കാൻ വളരെയധികം സന്തോഷമായിരുന്നു. ഒരു ദിവസം പോലും വിശുദ്ധ കുർബാനയിൽ മുടങ്ങാതെ അങ്ങനെ എന്നും വിശുദ്ധ കുർബാനയിൽ പോയി പങ്കെടുക്കാൻ വളരെയധികം ഒരു സന്തോഷമായിരുന്നു. അങ്ങനെ പയ്യെ അത് ദൈവം എന്നെ അൾത്താരയോട് അടുപ്പിക്കുകയായിരുന്നു. എൻ്റെ ജീവിതത്തിലോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ പിന്നീട് 8ാം ക്ലാസ്സിലാണ് ഞങ്ങളുടെ ഇടവകയിൽ പോപ്പുലർ മിഷൻ നടക്കണത്. ആ പോപ്പുലർ മിഷൻ ധ്യാനം എൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അന്നാണ് ഞാൻ വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷനെ പറ്റി അറിയുന്നതും വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷൻ്റെ ക്യാരിസം എന്താണെന്നും അച്ഛന്മാരുടെ അന്നത്തെ അവിടുത്തെ പ്രസംഗങ്ങളും അവരുടെ ഹൗസ് വിസിറ്റും എല്ലാം എന്നെ വളരെയധികം സ്വാധീനം ചെയ്തു. അങ്ങനെ പയ്യെ ഞാൻ വിൻസെൻഷ്യൻ സഭയോട് അടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വിൻസെൻഷ്യൻ സഭയോട് കൂടുതൽ താല്പര്യം തോന്നുകയും അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ വിൻസെൻഷ്യൻ സഭയിലോട്ട് ചേരുകയായിരുന്നു. കൊള്ളാം മെൽജോ, നല്ല കാര്യം. ഇനി നമുക്ക് ഡീക്കൻ ലാസറി കവലക്കാട്ട്, അദ്ദേഹത്തിൻ്റെ ദൈവവിളിയുടെ ചരിത്രവും നമുക്ക് ഹ്രസ്വമായിട്ടൊന്ന് കേൾക്കാം. ലാസറി, എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? അത് ചെറുപ്പം മുതൽ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ 3 പേരെയും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്കായിട്ട് കൊണ്ടുപോയിരുന്നു. അപ്പോൾ അമ്മയോടൊപ്പം നിന്ന് വിശുദ്ധ കുർബാന കാണുമ്പോൾ
ഞങ്ങൾക്കൊരു കൗതുകമായിരുന്നു അച്ഛൻ അൾത്താരയിൽ നിന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. അപ്പോൾ പലപ്പോഴും അമ്മയോട് പറയായിരുന്നു, അമ്മ അങ്ങനെ അച്ഛനാവണം എന്ന് പറയായിരുന്നു. അച്ഛനാവണമെന്നല്ല പറയായിരുന്നു, ഞങ്ങൾക്ക് അങ്ങനെ ആവണമെന്ന് പറയും. അങ്ങനെ 2009 വിശുദ്ധ കുർബാന സ്വീകരിച്ചത്, ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം അമ്മ ഞങ്ങളെ ഓൾട്ടർ ബോയ്സ് ആവാൻ വിട്ടു. അങ്ങനെ അൾത്താരപാലമായി പ്രവേശിച്ചപ്പോഴാണ് മനസ്സിലായത് അത് അച്ഛനാണ്, ഓൾട്ടർ ബോയ്സ് അല്ല എന്ന് പറയും. അപ്പോൾ പിന്നെ അച്ഛനാവാനുള്ളൊരു കൗതുകമായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ്സിന് ശേഷം ഞങ്ങളുടെ ഇടവകയ്ക്ക് അടുത്തുള്ള ആരാധന സിസ്റ്റേഴ്സാണ് എന്നെ വിൻസെൻഷൻ സഭ പരിചയപ്പെടുത്തുകയും വിൻസെൻഷൻ സഭയിൽ പ്രവേശിക്കാൻ എന്നെ സഹായിക്കുകയും ചെയ്തത്. ഓക്കെ, വെരി ഗുഡ്. അതുപോലെ പോൾസൻ്റെ ദൈവവിളിയുടെ ചരിത്രം എങ്ങനെയാണെന്ന് ചുരുക്കി പറഞ്ഞോ. എൻ്റെ ദൈവവിളിയുടെ ചരിത്രം നോക്കുമ്പോൾ, ഞാനിപ്പോൾ പിന്നിട്ട് നോക്കുമ്പോൾ, അന്ന് വർഷങ്ങൾക്ക് മുമ്പ് അൾത്താരയിൽ വൈദികർ വിശുദ്ധ ബലി അർപ്പിക്കുകയും വചനപ്രഘോഷണം നടത്തുമ്പോൾ എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ ചെറുപ്പത്തിലുണ്ടായിരുന്ന ആ ഒരു സ്വാധീനം എൻ്റെ ചെറുപ്പകാലത്തിലെ പഠനങ്ങളിലൊക്കെ എനിക്കൊരു മുതൽക്കൂട്ടായിട്ട് നിന്നു. കാരണം ഏതൊരു വിശുദ്ധ ബലി അർപ്പണത്തിലും ഏതൊരു വചനപ്രഘോഷത്തിലും ഞാൻ എന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരു പുരോഹിതൻ ഇടുന്ന ആ കുപ്പായത്തിലൊക്കെ എൻ്റെ കണ്ണുകളൊക്കെ ഇടയ്ക്ക് ഉടങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ 10ാം ക്ലാസ്സിന് ശേഷം ഞാൻ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ തന്നെ വീട്ടിൽ വന്നാൽ വിശുദ്ധ കുർബാന അർപ്പിച്ചും അതുപോലെ പുരോഹിതൻ ചെയ്യുന്നത് പോലെയൊക്കെ വീട്ടിലും ചെയ്യുമായിരുന്നു. പിന്നീട് 10ാം ക്ലാസ്സിന് ശേഷം ഡിവൈനിൽ വെച്ചൊരു ധ്യാനം കൂടുകയായിരുന്നു 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് മുമ്പ്. അങ്ങനെയാണ് വിൻസെൻഷൻ സഭയിലേക്ക് കടന്നു വരാനും ഈ ദൈവവിളിയിലേക്ക് തിരിച്ചറിയാനൊക്കെ എനിക്ക് ഇടവന്നത്. കൊള്ളാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ കാലത്തെ പ്രത്യേകത അനുസരിച്ച് ഒരാൾ സെമിനാരി പോകുക എന്ന് പറയുന്നത് പൊതുവേ സമൂഹം പഴയ കാലത്തെ പോലെ അത്രയും അങ്ങോട്ട് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാറില്ല. വീട്ടിൽ നിന്നും കൂട്ടുകാരുടെ ഇടയിൽ നിന്നൊക്കെ പലതരത്തിലുള്ള നിരുത്സാഹപ്പെടുത്തലുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മെൽജയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മെൽജയുടെ വീട്ടിൽ 2 മക്കളാണ്. മെൽജയുടെ ചേച്ചിയുണ്ട്, പിന്നെ മെൽജോ ആണ് ആകെ ഉള്ള ഏക മകൻ. അപ്പോൾ ഏക മകൻ സെമിനാരി പോകണമെന്ന് പറയുമ്പോൾ വീട്ടിൽ അത് മാതാപിതാക്കളിൽ പലതരത്തിലുള്ള സമ്മിശ്ര വികാരങ്ങളുണ്ടാക്കുമല്ലോ. അപ്പോൾ മെൽജോ സെമിനാരി പോരാനുള്ള തീരുമാനം എടുത്ത് അതവിടെ അറിയിച്ചപ്പോൾ കുടുംബത്തിലും മറ്റ് കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഉള്ള പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു? സത്യത്തിൽ ഇത് അവർക്കൊരു വലിയൊരു സസ്പെൻസ് ആയിരുന്നു. ഒരു പക്ഷേ ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴൊക്കെ അവസാനം 10ാം ക്ലാസ്സിലൊക്കെ ഞാൻ ഒരു പക്ഷേ സിസ്റ്റേഴ്സിനോടും കാറ്റിസം പഠിപ്പിച്ച അധ്യാപകരോടും ടീച്ചേഴ്സിനോടൊക്കെ എൻ്റെ ഈ താല്പര്യം പറഞ്ഞായിരുന്നു. ഞാൻ ഈ താല്പര്യം പറയാതിരുന്നത് എൻ്റെ മാതാപിതാക്കളോട് മാത്രമായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ താല്പര്യം എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമായിരുന്നു. കാരണം അവരൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം പെട്ടെന്ന് ഞാൻ അവർക്ക് റിവീൽ ചെയ്തപ്പോൾ അവർക്ക് വളരെ സന്തോഷമായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ എന്നെ സെമിനാരിയിലേക്ക് അയക്കുന്നത് കൊണ്ട് തന്നെ അവർക്കും വളരെ സന്തോഷമായിരുന്നു. ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. കൊള്ളാം. ഇപ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മാതാപിതാക്കളുടെ വിശ്വാസത്തിൻ്റെ ഒരു ആഴം, ദൃഢതയൊക്കെയാണ് അത് കാണിക്കുന്നത്. ഏക മകനാണെങ്കിലും മകന് ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ അതിനൊരു തടസ്സം നിൽക്കാനായിട്ട് ആ മാതാപിതാക്കൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് അവരുടെയൊക്കെ വിശ്വാസം എത്ര ശക്തമാണ്. അവർ ഭാവിയെക്കുറിച്ച് ഇനി ഞങ്ങൾ വയസ്സാകുമ്പോൾ ഞങ്ങൾക്ക് ആരുണ്ട് അങ്ങനെയൊന്നും അല്ല അവർ ചിന്തിക്കുന്ന. മകൻ്റെ വഴി അതാണെങ്കിൽ ദൈവം അവനെ ആ വഴിക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളതിന് അനുവദിക്കുന്നതെന്ന് പറയുന്ന മാതാപിതാക്കൾ നമുക്കെല്ലാം നിശ്ചയമായിട്ടും വലിയൊരു പ്രചോദനമാണ്. ഇനി ഡീക്കൻ ലാസറിയെക്കുറിച്ച് പറയുമ്പോൾ ലാസറിയുടെ ജ്യേഷ്ഠൻ ലാസറിയോടൊപ്പം പട്ടം സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഡീക്കൻ നോർബർട്ട്, അദ്ദേഹം കപ്പൂച്ചിൻ സഭയിലാണ് പട്ടം സ്വീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ നോർബർട്ട് സെമിനാരിയിൽ പോയി ഇരിക്കുമ്പോഴാണ് ലാസറിയുടെ അപ്പച്ചൻ മരിക്കുന്നത്. അങ്ങനെ മരിച്ച് പിന്നെ തൊട്ടടുത്ത വർഷം ലാസറയും സെമിനാരിയിൽ പോകണമെന്ന് പറയുകയാണ്. അപ്പോൾ വീട്ടിൽ പിന്നെ അമ്മച്ചും പിന്നെ താഴെ ഒരു സഹോദരനുമാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു പ്രത്യേക സാഹചര്യമാണ്. അപ്പോൾ കുടുംബത്തിൽ അപ്പച്ചൻ നഷ്ടപ്പെട്ടു, പിന്നെ ഒരു മകൻ മൂത്തയാൾ സെമിനാരിൽ പോയി, അടുത്തയാളും പോകണമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വീട്ടിലും അതുപോലെ ബന്ധുക്കളുടെ ഇടയിലൊക്കെ അതിനെക്കുറിച്ചുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു ലാസറി? ചെറുപ്പം മുതൽ അച്ഛനാവാൻ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പെട്ടെന്നൊരു സാഹചര്യത്തിലാണ് അപ്പച്ചൻ മരിക്കുന്നത്. പിന്നെ ചേട്ടനാണെങ്കിൽ സെമിനാരിലായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ ഒരു വിഷമമുണ്ടായിരുന്നു, എനിക്ക് സെമിനാരിൽ പോകാൻ എങ്ങനെ ഞാൻ അമ്മോട് പറയും. പക്ഷേ അമ്മോട് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇച്ചിരി വിഷമമുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു പിന്നീട് +2 ഒക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതിയോ എന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ ഇച്ചിരി പിടിവാശിക്കാരനായതുകൊണ്ടും പിന്നെ അമ്മ പറഞ്ഞു നിൻ്റെ ഇഷ്ടമാണ്, നിൻ്റെ ഫ്യൂച്ചറാണ്, നീ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ സെമിനാരിലേക്ക് വിടുകയായിരുന്നു. അതെ. അപ്പോൾ അതും ആ അമ്മച്ചിയുടെ ഇപ്പോൾ അപ്പച്ചനെ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം ഒരു വശത്ത്, മൂത്ത മകൻ സെമിനാരിൽ പോയി അടുത്ത മകനും പോകണമെന്ന് പറയുമ്പോൾ അമ്മച്ചിക്ക് ആ മക്കളെ പിരിഞ്ഞിരിക്കാനുള്ളൊരു വിഷമം സ്വാഭാവികമായിട്ടുണ്ട്. അപ്പൻ്റെ സാന്നിധ്യം ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പോലും അമ്മ മകൻ്റെ ഒരാഗ്രഹത്തിന്
അങ്ങ് സമ്മതിക്കുന്നു. അതും അമ്മയുടെ വിശ്വാസത്തിൻ്റെയൊക്കെ ഒരു ശക്തി കാണിക്കുകയാണ്. നല്ല കാര്യം. അതുപോലെ പോൾസിനെ കുറിച്ച് പറയുമ്പോൾ പോൾസിൻ്റെ വീട്ടിൽ അവർ 2 മക്കളാണ്. മൂത്തത് ജ്യേഷ്ഠൻ, പിന്നെ പോൾസനാണ്. പോൾസിൻ്റെ അപ്പച്ചനാണെങ്കിൽ വിദേശത്ത് ആണ് ആ സമയത്ത്, ഇറ്റലിയിൽ. പിന്നെ അമ്മച്ചിയാണ് വീട്ടിലുണ്ടായിരുന്നത്, ഗ്രാൻഡ് പേരൻസും ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ പോൾസിൻ്റെ ആഗ്രഹം വീട്ടിൽ പറഞ്ഞപ്പോൾ എന്തായിരുന്നു വീട്ടിലെയും മറ്റുള്ളവരുടെയൊക്കെ പ്രതികരണം? ആദ്യം സെമിനാരി ചേരണം, SLC പാസ്സായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഫാദർ ആദ്യം എൻ്റെ അടുത്ത് ചോദിച്ചു, +2 കഴിഞ്ഞിട്ട് കുറച്ചും കൂടി തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് പോയാൽ പോരെ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനും അത് ചിന്തിച്ചു, ഇനി +2 കഴിഞ്ഞിട്ട് മതി. പക്ഷേ എനിക്ക് അധികം നേരം ചിന്തിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പോകണമെന്ന് ഉടനെ തന്നെ പറഞ്ഞപ്പോൾ അതിനോട് എന്നെ പൊരുത്തപ്പെടുകയായിരുന്നു. പക്ഷേ സെമിനാരി ചേർന്നിട്ടും എൻ്റെ കസിൻസ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്നാണ് തിരിച്ചു വരുന്നില്ല എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ അവർ ചോദിക്കുമ്പോഴും എന്നെ അതിലേക്ക് ആൾക്കാരിലേക്ക് അടുപ്പിക്കാനുള്ളൊരു ചോദ്യമായിട്ടാണ് എനിക്ക് ഇന്ന് തോന്നുന്നത്. അവരുടെ ആ ചോദ്യങ്ങളാണ് എന്നെ ഇന്നിവിടെ നിർത്തുക. അപ്പോൾ ആദ്യം അവരൊന്ന് എതിർത്തെങ്കിലും പിന്നീട് എന്നോടുള്ള കാൽച്ചുവട് ഞാൻ വെച്ചപ്പോൾ അവരെന്നോട് കാണിച്ച സഹകരണം ഒത്തിരിയേറെ ക്രിസ്തുവിലേക്ക് അടുക്കാനും അൾത്താരയിലേക്ക് അടുക്കാനുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൊള്ളാം. ഇപ്പോൾ ഇങ്ങനെ ചില നിരുത്സാഹപ്പെടുത്തുന്ന ചില സംസാരങ്ങൾ റിലേറ്റീവ്സിൻ്റെ അടുത്തു നിന്നും ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത് ഒരു കണക്കിന് നല്ലതാണ്. അപ്പോഴാണ് നമ്മുടെ ആ ആഗ്രഹം എന്തുമാത്രം സ്ട്രോങ് ആണെന്ന് നമുക്കൊന്ന് അറിയാനും സ്വയം ബോധ്യപ്പെടുവാനും ഒക്കെ അത് സഹായിക്കുന്നത്. ആ നിലയ്ക്ക് അനുകൂല പ്രതികരണവും പ്രോത്സാഹനവും ഒപ്പം ചില നിരുത്സാഹപ്പെടുത്തലുകളും എല്ലാത്തിനും അതിൻ്റേതായ ഒരു സ്ഥാനമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളിങ്ങനെയുള്ള ഇവരുടെ കഥകൾ കേൾക്കുമ്പോഴും ദൈവങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴും നമ്മുടെ ജോൺ ബോൾ മാർപ്പാപ്പ പറഞ്ഞ ചില കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അദ്ദേഹം വൈദികനായി 50 കൊല്ലം കഴിഞ്ഞപ്പോൾ, അപ്പോൾ മാർപ്പാപ്പയായിട്ട് 20 കൊല്ലമായി. 1999 അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ 50-ാം വാർഷികം പ്രമാണിച്ച് അദ്ദേഹം ദൈവവിളിയെക്കുറിച്ച് നടത്തിയ വിചിന്തനം അതൊരു പുസ്തക രൂപത്തിൽ പുറത്തു വന്നു. അതിൻ്റെ പേര് തന്നെ വൊക്കേഷൻ, ഗിഫ്റ്റ് ആൻഡ് മിസ്റ്ററി എന്നാണ്. അപ്പോൾ ആ പുസ്തകത്തിലൂടെ നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. മാർപ്പാപ്പ പട്ടം സ്വീകരിച്ച് 50 കൊല്ലമായി, വൈദിക പട്ടം സ്വീകരിച്ചിട്ട് മാർപ്പാപ്പയായിട്ട് 20-ൽ പരം കൊല്ലങ്ങളായി. അപ്പോഴും അദ്ദേഹം തൻ്റെ സ്വന്തം ദൈവങ്ങളെക്കുറിച്ച് പറയുന്നത് അതൊരു മിസ്റ്ററി, ഒരു രഹസ്യമാണ്. ദൈവം ഒരാളെ വിളിക്കുന്നു, എന്തുകൊണ്ട് ഇന്നയാളെ വിളിക്കുന്നു, ഇതൊന്നും നമുക്ക് ആർക്കും നിർവചിക്കാനോ കൃത്യമായി ഉത്തരം കണ്ടെത്താനോ സാധിക്കില്ല. അതെല്ലാം അവിടുത്തെ പരിപാലനയിൽ അങ്ങനെ സംഭവിക്കുന്നു. ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ 16-ാം വചനത്തിൽ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് എന്തോ ഒരു തിരഞ്ഞെടുപ്പ്, അത് ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണ്. നമ്മൾ എബ്രായ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 4-ാം വചനത്തിൽ വായിക്കുന്നുണ്ട്, അഹരോനെ പോലെ ദൈവത്താൽ നിയോഗിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ നിയോഗം സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതി. നമ്മെ സംബന്ധിച്ച് എപ്പോഴോ നമ്മുടെ മനസ്സിൻ്റെ അന്തരാളങ്ങളിൽ നമുക്കൊരു ഉൾവിളി തോന്നുന്നു. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത അത്ര ശക്തമായൊരു വിളിയാണ്. അങ്ങനെ നമ്മളത് സ്വീകരിക്കുന്നു എന്നേ ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതൊരു രഹസ്യമാണ്, ഒപ്പം അതൊരു ദാനമാണ്. ദാനം നമ്മുടെ ആരുടെയും കഴിവോ സാമർഥ്യമോ ഒന്നുമല്ല. ദൈവം അങ്ങനെ ചിലരെ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കുന്നു എന്ന് മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് അല്പം കൂടെ ഇവരുടെ ദൈവവിളിയുടെ ചരിത്രമൊക്കെ നമ്മൾ കേട്ട സ്ഥിതിക്ക് ഇനി ഇവർക്ക് ഒരു പുരോഹിതനായിട്ട് അടുത്ത നാളുകളിൽ ഇവർ അഭിഷിക്തരാകും. അങ്ങനെ പുരോഹിതരായിട്ട് ഇവർ രംഗത്തിറങ്ങുമ്പോൾ മിശിഹായുടെ ശുശ്രൂഷ പൗരോഹിത്യത്തിലാണല്ലോ ഇവർ പങ്കുചേരുന്നത്. അപ്പോൾ ആ ശുശ്രൂഷ പൗരോഹിത്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ ചില കാഴ്ചപ്പാടുകളുണ്ട്, നിങ്ങളുടെ സ്വപ്നങ്ങളുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ, കർത്താവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പറയും മിശിഹായുടെ ത്രിവിധ ദൗത്യങ്ങൾ. അതായത് പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക. ഈ മൂന്നുമാണ് മിശിഹായുടെ ദൗത്യമായിട്ട് നമ്മൾ കാണുന്നത്. മിശിഹ പഠിപ്പിച്ചു, ജനങ്ങളെ സുവിശേഷം പ്രഘോഷിച്ച് അവർ ഉത്ബുദ്ധരാക്കി, വിശുദ്ധീകരിച്ചു തൻ്റെ പ്രാർത്ഥനയിലൂടെ, പിന്നെ അന്തിമമായിട്ട് അർപ്പിച്ച ബലിയിലൂടെ എല്ലാം ആളുകളെ വിശുദ്ധീകരിക്കുന്നു. അതുപോലെ അവരെ നയിച്ചു, അവർക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് അവരെ നയിച്ചു, അവരെ സുഖപ്പെടുത്തി, അവർക്ക് ഒരു ശുശ്രൂഷനെ പോലെ അവരെ നയിച്ചു, അധികാരം പ്രയോഗിച്ചുകൊണ്ടല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈശോയുടെ ത്രിവിധ ദൗത്യം. ഈ ദൗത്യത്തിലാണ് ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിക്കുമ്പോൾ നമ്മൾ പങ്കുചേരുന്നത്. ഇനി വിൻസെൻഷൻ സഭയെക്കുറിച്ച് പറയുമ്പോൾ, വിൻസെൻഷൻ സഭയ്ക്കും ഇങ്ങനെ ഈശോയുടെ ഈ ത്രിവിധ ദൗത്യം സ്പെസിഫിക് ആയിട്ടുള്ള വിധത്തിൽ സഭ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. വിൻസെൻഷൻ സഭയിൽ വചനപ്രഘോഷണം നമുക്കറിയാം, പോപ്പുലർ മിഷൻ, അല്ലെങ്കിൽ ധാരാളം ധ്യാന കേന്ദ്രങ്ങൾ, ഡിവൈൻ പോലെ. അതുപോലെ മറ്റൊരു ശുശ്രൂഷയാണ് അജപാലന ശുശ്രൂഷ. വിൻസെൻഷൻ വൈദികർ ഭാരതത്തിനകത്തും പുറത്തുമായിട്ട് 100-125ഓളം വൈദികർ ഇടവകകളിൽ അജപാലന ശുശ്രൂഷ നിർവഹിക്കുന്നുണ്ട്. അതുപോലെ സഭ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട്, സ്കൂളുകളുണ്ട്, കോളേജുണ്ട്. കാരണം അടിസ്ഥാനപരമായിട്ടുള്ള പുരോഗതി സമൂഹത്തിലുണ്ടാകണമെങ്കിൽ
ചില മൂല്യങ്ങൾ കുഞ്ഞ് പ്രായത്തിൽ കുട്ടികളുടെ മനസ്സിലേക്കൊക്കെ പകർന്നു കൊടുക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആ ശുശ്രൂഷയും വളരെ ഉപകരിക്കും. അതുപോലെ വിൻസെൻ്റ് പോളിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശുശ്രൂഷയാണ് പാവങ്ങളെ ശുശ്രൂഷിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള ശുശ്രൂഷാ പ്രവൃത്തികളും വിൻസെൻ്റ് സഭ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മേരി മാതാവ് പ്രോവിൻസ്, ഡിപ്പോൾ ക്യാൻസർ സെൻറ്റർ, അല്ലെങ്കിൽ നമ്മുടെ സ്മൈൽ വില്ലേജ്, ഇങ്ങനെ പലതരത്തിലുള്ള സാമൂഹിക സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ മിഷൻ പ്രവർത്തനം, വൈദിക പരിശീലനം, ഇതെല്ലാം സഭയുടെ ശുശ്രൂഷാ മേഖലകളാണ്. നമ്മുടെ ഈ ഡീക്കന്മാർ ഇവരെ സംബന്ധിച്ച് നിങ്ങളിനി വൈദികരായിട്ട് രംഗത്ത് വരുമ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്ത സേവന മേഖലകളിൽ ഏത് രംഗത്തോടാണ് നിങ്ങൾക്ക് കൂടുതൽ ആഭിമുഖ്യം തോന്നുന്നത്, നിങ്ങളെ ആകർഷിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടും സ്വപ്നവും അനുസരിച്ച് ഏത് രംഗത്ത് കൂടുതൽ മുഴുകാനാണ് നിങ്ങൾ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നത് എന്നും കേട്ടാൽ കൊള്ളാം. ആദ്യം മെൽജോയുടെ സ്വപ്നങ്ങളൊന്ന് പറഞ്ഞാൽ കൊള്ളാം. എൻ്റെ ഫിലോസഫിക്ക് ശേഷം ഞാൻ റീജൻസിക്കായിട്ട് പോയത് ആന്ധ്രയിലാണ്. അവിടെ ആത്മക്കൂർ കരിവീണയിൽ നമുക്കൊരു സ്കൂളുണ്ട്, ഡീപ്പോൾ സ്കൂൾ. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട്, അന്നാണ് ഞാൻ ആന്ധ്രയിലോട്ട് പോകുന്നത്. അന്ന് മുതൽ ഞാൻ അവിടെ കണ്ട ഒരു സംഭവമായിരുന്നു, അതായത് അവിടെയുള്ള നമ്മുടെ ആളുകൾക്ക് അവരുടെ വിശ്വാസം, എത്രത്തോളം അവർക്ക് വിശ്വാസമുണ്ടെന്ന്, അതുപോലെ തന്നെ ആ വൈദികരോടുള്ള സ്നേഹം, നമ്മുടെ പള്ളികളോട് അവർ കാണിക്കുന്ന ആ കൂറ് എല്ലാം എന്നെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തിയോളജിയും ഞാൻ അവിടെ ചെയ്തു. 3.5 വർഷം അവിടെ ചെയ്യുന്നു. അങ്ങനെ പല പാരിഷുകളിലും പോയി മിനിസ്ട്രി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് താല്പര്യം എന്ന് പറയുന്നത് ഈ അച്ഛനായതിന് ശേഷവും അവിടെ പോവുക, ആ ജനങ്ങളെ സേവിക്കുക, പ്രത്യേകിച്ച് അവരുടെ മിഷൻ മേഖലയിൽ പോയിട്ട് പ്രസംഗിക്കുക, അവർക്ക് കഴിയാവുന്ന രീതിയിൽ അവരെ സഹായിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ഒരു മിഷണറി ആയിരിക്കുക. പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിൽ വിൻസെൻഷൻ സഭയ്ക്ക് ഗുഡ് ഷെപ്പേർഡ് റീജിയൻ എന്ന് പറഞ്ഞൊരു റീജിയനും ധാരാളം ആശ്രമങ്ങളും സ്ഥാപനങ്ങളും മിഷൻ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. അതിൽ സജീവമായിട്ട് പങ്കുചേരും. തെലുങ്ക് ഭാഷ അറിയാമോ? കുറച്ച് പഠിച്ചു. അപ്പോൾ അതുപോലെ ഡീക്കൻ ലാസറി, അദ്ദേഹത്തിനും ഒരു മിഷണറി ഓറിയൻറ്റേഷൻ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ചിന്ത. എന്നാലും അത് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിച്ച് നമുക്കറിയാം. ലാസറി പട്ടം സ്വീകരിച്ച് കഴിയുമ്പോൾ ഏത് മേഖലയിൽ വിൻസെൻഷൻ വൈദികനായിട്ട് ശുശ്രൂഷ ചെയ്യാനാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്? ഡി.കെ. മെൽജോ പറഞ്ഞതുപോലെ ഞാൻ റീജൻസിക്ക് പോകുന്നത് ഡിവാൻ ആശ്രം, മഹാരാഷ്ട്രയിലെ അഹമ്മദ്നഗർ മിഷനിലുള്ള ഡിവാൻ ആശ്രമത്തേക്കാണ്. അവിടെ നമുക്കൊരു ചെറിയൊരു ധ്യാന കേന്ദ്രമാണ് എങ്കിൽ പോലും അതിനായിട്ടും കൂടുതൽ അവിടെ ഗ്രാമങ്ങളിൽ പോയിട്ട് വചനം പ്രഘോഷിക്കുകയാണ് നമ്മുടെ അച്ഛന്മാർ ചെയ്യുന്ന പ്രവൃത്തി. പോരാത്തതിന് നമുക്ക് വാവരുത്തുന്ന സ്ഥലത്ത് ചെറിയ ഇൻറ്റീരിയർ സ്ഥലമാണ്, ഒരു കുഗ്രാമമാണ്. അവിടെ നമുക്ക് ഒരു സ്കൂളും ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് പാവങ്ങൾക്ക് വചനം പ്രഘോഷിക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ആ പ്രകാശം, സന്തോഷം എന്നൊക്കെ ഒത്തിരി ആകർഷിച്ചിട്ടുണ്ട്. അപ്പോൾ പാവങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വചനം പ്രഘോഷിക്കുക. പിന്നെ ഞാൻ പഠിച്ചതാണെങ്കിലും സെയിൻറ്റ് ചാൾസ് സെമിനാരി, നാഗ്പൂരിലെ സെയിൻറ്റ് ചാൾസ് സെമിനാരിലാണ്. അവിടെയാണെങ്കിൽ ഞങ്ങൾക്ക് പലവിധ മിനിസ്ട്രികളാണ് ഉണ്ടായിരുന്നത്. അതിലൊരു മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ സോഷ്യൽ വർക്ക് മിനിസ്ട്രി ആയിരുന്നു. അതായത് ചേരികളിൽ പോയിട്ട് കുട്ടികളെ പഠിപ്പിക്കുക എന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് അവർ ചെന്ന് പഠിപ്പിക്കുമ്പോൾ, അവർക്ക് നല്ല മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ആ സന്തോഷം, കാരണം വേറെ ആരും അവർക്കിത് പറഞ്ഞു കൊടുക്കാനില്ല, വേറെ ആരും ഇവർ സഹായിക്കാനില്ലാത്തപ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷം ഞങ്ങളൊക്കെ ഒത്തിരി ആകർഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഭാവിയിൽ അച്ഛനായിട്ടും മിഷൻ പ്രദേശങ്ങളിൽ പോയിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ മഹാരാഷ്ട്രയിലുള്ള നമ്മുടെ അഹമ്മദ്നഗർ മിഷൻ, നമുക്ക് നോർത്ത് ഈസ്റ്റിലുള്ള മിഷനിലൊക്കെ പോയിട്ട് വചനം പ്രഘോഷിക്കുക, ഗ്രാമങ്ങളിൽ പോയിട്ട് വചനം പ്രഘോഷിക്കുക എന്നൊരു ആഗ്രഹമാണ് മനസ്സിലുള്ളത്. നല്ല കാര്യം. അപ്പോൾ മിഷനിലായിരിക്കുക എന്ന് പറഞ്ഞാലും ഒരു മിഷണറി ആയിരിക്കുക. ഒപ്പം അവിടെയൊക്കെ ഏറ്റവും ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ട്, അതുപോലെ വചനം കേട്ടിട്ടില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അവരോടൊക്കെ വചനം പറയുക എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന ഒരു പ്രകാശം, വചനത്തിൻ്റെ ഒരു തെളിച്ചം, വചനത്തിൻ്റെ ഒരു ഊർജ്ജം ഒക്കെ അവരുടെ മുഖത്ത് കാണുന്നത് നമ്മെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രോത്സാഹനവും പ്രചോദനവും അതാണ്. അപ്പോൾ അങ്ങനെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക. അവരുടെ ഭാഷ, മറാഠി ഭാഷ, അതൊക്കെ കുറച്ചറിയാമോ? കുറച്ചറിയാം, ഇനി ബാക്കിയുള്ളത് പഠിക്കാം. അപ്പോൾ അങ്ങനെ ഒരു നല്ല മിഷണറി ആയിരിക്കാനാണ് ലാസറിയുടെ ആഗ്രഹം. അതുപോലെ പോൾസൺ കൂടുതൽ സമയം കേരളത്തിലായിരുന്നു, ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി പോൾസൺ വൈദികനായിട്ട് വരുമ്പോൾ ഏത് രംഗത്ത് പ്രവർത്തിക്കാനാണ് കൂടുതൽ താല്പര്യം? ഞാൻ എൻ്റെ തിയോളജി 4 വർഷവും ഫോർമേഷൻ്റെ ഏകദേശം എല്ലാം കേരളത്തിൽ തന്നെ ചിലവഴിച്ചാണ് എൻ്റെ പരിശീലനം പൂർത്തിയാക്കിയത്. അപ്പോൾ ഞങ്ങൾ തിയോളജിയുടെ 4 വർഷങ്ങളിൽ അജപാലന ശുശ്രൂഷകൾക്ക് ഞങ്ങൾ ഇടവകളിലേക്ക് പോകാറുണ്ടായിരുന്നു സഹായിക്കാൻ. അവിടെ ചെല്ലുമ്പോൾ ഉള്ള ഓരോ ഞായറാഴ്ചകളിലെയും പ്രസംഗങ്ങൾ ഞങ്ങൾ ഒരുക്കാൻ ഒത്തിരി ഞങ്ങൾ എടുക്കുന്ന എഫേർട്ട്, അത് ജനങ്ങൾ സ്വീകരിക്കുന്നു. അവിടെയുള്ള നാട്ടുകാരുടെ അവരുടെ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ വിഷനും ചിന്തയും അല്ലെങ്കിൽ എന്നിലുള്ള ഒരു ആഗ്രഹം അതാണ്, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം കൊടുക്കുക, വചന പ്രഘോഷണത്തിലൂടെ ഈശോയിലേക്ക് അനേകരെ അടുപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് എൻ്റെ മനസ്സിലും ഉള്ളത്.
കൊള്ളാം. അപ്പോൾ ഈ ഡീക്കന്മാരുടെ ആഗ്രഹങ്ങളും പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ സ്വപ്നങ്ങളുമൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളും വലിയ സ്വപ്നങ്ങളും ഒക്കെ ഇവർക്കുണ്ട്. എന്നാലും നമുക്കറിയാം, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം അത്ര എളുപ്പമല്ല. ഓരോ ശുശ്രൂഷകളൊക്കെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ വിമർശനങ്ങളുണ്ടാകാം, പലതരത്തിലുള്ള നമ്മുടെ തന്നെ ഇൻറ്റേർണൽ സ്ട്രഗിൾസ് ഉണ്ടാകാം, പുറമേ നിന്നുള്ള സമ്മർദ്ദങ്ങളുണ്ടാകാം. അപ്പോൾ അതിൻ്റെയൊക്കെ നടുവിൽ ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് തികച്ചും വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വലിയ വെല്ലുവിളി നിറഞ്ഞ കാര്യങ്ങളാണ് നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ആരും അതിൻ്റെ പേരിൽ പേടിക്കുകയല്ല, ഭയന്ന് പിന്മാറുകയല്ല, മറിച്ച് കർത്താവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മൾ സധൈര്യം മുന്നോട്ട് പോവുകയാണ്. പൗലോസ്ലീഹായുടെ ഒരു വചനം ഞാൻ ഓർക്കുന്നു. എഫേസ്യർക്കുള്ള ലേഖനത്തിലെ 6-ാമത്തെ അധ്യായം 19-ാം വചനം ഇങ്ങനെയാണല്ലോ: ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുവാനും സുവിശേഷത്തിൻ്റെ രഹസ്യം സധൈര്യം പ്രഘോഷിക്കുവാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ പൗലോസ്ലീഹ പോലും എഫേസ്യരോട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വചനം ലഭിക്കാൻ, സധൈര്യം പ്രഘോഷിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് എത്രമാത്രം പ്രാർത്ഥനയുടെ പിന്തുണ ആവശ്യമുണ്ടെന്ന് പൗലോസ്ലീഹയുടെ വചനം തെളിയിക്കുകയാണ്. അതുപോലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് പറയുന്നത്? അതിൻ്റെ കാരണം നമുക്കൊരു പക്ഷേ കൊരിന്ത്യക്കാർക്കുള്ള 2-ാം ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം 7-ാം വചനത്തിൽ ഇങ്ങനെ കേൾക്കാം: പരമമായ ശക്തി ദൈവത്തിൻ്റേതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ പൗരോഹിത്യം ഒരു നിധിയാണ്, ഒരു ശക്തിയാണ്. പക്ഷേ അത് മൺപാത്രങ്ങളിൽ, ബലഹീനരായ മനുഷ്യരിലാണ് അത് വർഷിക്കപ്പെടുന്നത്. അപ്പോൾ ആ മൺപാത്രത്തിൻ്റെ ദൗർബല്യങ്ങളോ ബലഹീനതകളൊക്കെ എന്നും മനുഷ്യരായ വൈദികരുടെ കൂടെയുണ്ട്. അപ്പോൾ അവരുടെ ആ മാനുഷിക പരിമിതികളെ അതിജീവിച്ച് ദൈവത്തിൻ്റെ ആ ശുശ്രൂഷ നിർവഹിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് വലിയ ശക്തി ആവശ്യമാണ്. ഇപ്പോൾ ഈ സീസണിൽ പട്ടം സ്വീകരിക്കുന്ന ഈ 3 നമ്മുടെ പ്രിയപ്പെട്ട ഡീക്കന്മാർക്ക് വേണ്ടിയും അവരോടൊപ്പം പട്ടം സ്വീകരിക്കുന്ന മറ്റ് ഡീക്കന്മാർ, അങ്ങനെ പട്ടം സ്വീകരിക്കുന്ന എല്ലാ ഷമ്മാശന്മാർക്കും എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിച്ച് അവരെ ശക്തിപ്പെടുത്തുക എന്ന നമ്മുടെ ദൗത്യവും ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കുകയാണ്. അപ്പോൾ ദൈവജനത്തിൻ്റെ പ്രാർത്ഥന, അതാണ് വൈദികരുടെ ശക്തി എന്ന കാര്യം നമുക്ക് അനുസ്മരിക്കാം. ഇനി നമ്മുടെ പ്രിയപ്പെട്ട ഡീക്കന്മാർ അവരുടെ ഓർഡിനേഷൻ്റെ സ്ഥലവും സമയമൊക്കെ നമ്മളോട് പറയും. അപ്പോൾ നമുക്കത് മനസ്സിൽ സൂക്ഷിച്ചാൽ ആ ദിവസം പ്രത്യേകമായിട്ട് അവരെ ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കും. നിങ്ങളുടെ പട്ടത്തിൻ്റെ സ്ഥലവും തീയതിയും സമയവും എന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. എൻ്റെ പട്ടം അത് ചാലക്കുടി സെൻറ്റ് മേരീസ് ഫോറൻ ചർച്ചിൽ വെച്ചാണ്. ഡിസംബർ 30 ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മുടെ ഇരിങ്ങാലക്കുട രൂപതയുടെ തന്നെ ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി ഞാൻ പൗരോഹിത്യം സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഏവരെയും സാദരം ക്ഷണിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനകളും ഞാൻ ഓർക്കും. ഞാൻ തൃശ്ശൂർ ലൂർദ് കത്തീഡ്രലിൽ വെച്ച് ഡിസംബർ 30-ാം തീയതി രാവിലെ 9:30 അഭിമന്യ ടോണി നീലങ്കാവൽ പിതാവിൻ്റെ കൈവെപ്പ് വഴി തിരുപ്പട്ടം സ്വീകരിക്കുകയാണ്. നിങ്ങളെല്ലാവരും എന്നെ പ്രാർത്ഥനയിൽ ഓർക്കണം. എല്ലാ വിശുദ്ധ ബലിയിലും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ 2026 ജനുവരി 5-ാം തീയതി രാവിലെ 9 മണിക്ക് ഡിവൈൻ ഇംഗ്ലീഷ് ക്യാമ്പസിൽ വെച്ച് മാണ്ഡ്യ രൂപത അധ്യക്ഷൻ സെബാസ്റ്റ്യൻ എടേന്ദ്രത്ത് പിതാവിൻ്റെ കയ്യൊപ്പ് വഴി പൗരോഹിത്യം സ്വീകരിക്കുന്നു. ഈ ധന്യ നിമിഷങ്ങളിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കൊള്ളാം. ഇപ്പോൾ ഡീക്കൻ പോൾസൺ ഇഞ്ചയ്ക്ക പട്ടം സ്വീകരിക്കുന്നത് ഡിവൈനിൽ വെച്ചാണ്. അന്ന് വേറെ 2 ഡീക്കന്മാർ കൂടി അദ്ദേഹത്തിൻ്റെ ഒപ്പം പട്ടം സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ 3 പേരുടെ പട്ടം ഒപ്പം ഡിവൈനിൽ വെച്ച് നടക്കും. അത് മിക്കവാറും ഗുഡ്നസ് ചാനലിൽ ലൈവായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഇവരെയൊക്കെ നമുക്ക് അനുസ്മരിക്കാം. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഇവരെ ശക്തിപ്പെടുത്താം. ഈ സന്ദർഭത്തിൽ പട്ടം നൽകൽ ശുശ്രൂഷയിലെ ഒരു കർമ്മം എന്നെ പ്രത്യേകമായിട്ട് ആകർഷിക്കാറുണ്ട്. എനിക്ക് പട്ടം ലഭിച്ചപ്പോഴും ആ വചനം എന്നെ വല്ലാതെ ആകർഷിച്ചു. ഓരോ പട്ട ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോഴും ആ വചനം, എല്ലാ പ്രാർത്ഥനയും എല്ലാ വചനങ്ങളും വളരെ പ്രചോദനദായകമാണ്. എങ്കിലും അങ്ങനെ ഒരു വചനം, ഒരു പ്രാർത്ഥന എനിക്ക് വളരെ അർത്ഥവത്തായിട്ട് തോന്നിയിട്ടുണ്ട്. അതിങ്ങനെയാണ് മെത്രാൻ ബൈബിള് സുവിശേഷം നവവൈദികന് നൽകിക്കൊണ്ട് ഇങ്ങനെ പറയും: വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിൻ്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിൻ്റെ ജീവിത നിയമവുമായിരിക്കട്ടെ. അപ്പോൾ വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം പ്രഘോഷിക്കുക, അതാണ് ഒരു വൈദികൻ്റെ, ഒരു പുരോഹിതൻ്റെ പ്രഥമമായിട്ടുള്ള ദൗത്യം. സുവിശേഷത്തിലെ ഈശോ ആണ് ഓരോ വൈദികൻ്റെയും ശക്തി കേന്ദ്രം. അതുപോലെ സുവിശേഷം ഓരോ വൈദികൻ്റെയും ജീവിത നിയമമാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഈ 3 ഡീക്കന്മാരെ സംബന്ധിച്ചും ഈ പ്രാർത്ഥനയാണ് നമുക്കെല്ലാവർക്കും ഒരു ആശംസയായിട്ട് നൽകാനുള്ളത്. അപ്പോൾ ദൈവം ഇവരെയും
ഇവരോടൊപ്പം പട്ടം സ്വീകരിക്കുന്ന മറ്റ് ഡീക്കന്മാരെയും ഈ സീസണിൽ പട്ടം സ്വീകരിക്കുന്ന എല്ലാവരെയും ദൈവജനം മുഴുവനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. ദൈവത്തിന് സ്തുതി.